Today's exam 2026. Repent, turn to God. അനുദപിക്കുക, ദൈവത്തിങ്കിലേക്ക് തിരിയുക. Question and answers from chapter introduction. Question number 1. What are the Psalms? The Psalms are the direct conversation of the human heart with God. സങ്കീർത്തനങ്ങൾ എന്താണ്? സങ്കീർത്തനങ്ങൾ മനുഷ്യഹൃദയത്തിന്റെ ദൈവത്തോടുള്ള തുറന്നുള്ള സംഭാഷണമാണ്. What is the common Hebrew title of the Psalms? The common Hebrew title is Tehillim. സങ്കീർത്തനങ്ങളുടെ പൊതുവായ എബ്രായ തലക്കെട്ട് Tehillim. What does Tehillim mean? It means the book of praises or hymns of gratitude. Tehillim എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സ്തുതിഗീതങ്ങൾ അല്ലെങ്കിൽ സ്തോത്രഗാനങ്ങൾ എന്നാണ് അർത്ഥം. What are the different types of psalms? Some are songs of praise, some are pleas, some are royal psalms and some are penitential psalms. സങ്കീർത്തനങ്ങളുടെ പ്രധാന വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? സ്തുതിഗീതങ്ങൾ, അപേക്ഷ സങ്കീർത്തനങ്ങൾ, രാജകീയ സങ്കീർത്തനങ്ങൾ, അനുതാപ സങ്കീർത്തനങ്ങൾ. What do the penitential psalms express? They express man's pain, sinfulness and brokenness before God. അനുതാപ സങ്കീർത്തനങ്ങൾ എന്താണ് പ്രകടിപ്പിക്കുന്നത്? മനുഷ്യന്റെ വേദനയും പാപബോധവും തകർച്ചയും ദൈവസന്നിധിയിൽ തുറന്നു കാട്ടുന്നു. How many penitential psalms are recognized in the tradition of the church and which are they? Answer: 7, Psalm 6, 32, 38, 51, 102, 130 and 143. സഭാ പാരമ്പര്യത്തിൽ എത്ര അനുതാപ സങ്കീർത്തനങ്ങളാണ് അംഗീകരിച്ചിട്ടുള്ളത്? അത് ഏതൊക്കെയാണ്? ഉത്തരം: 7 സങ്കീർത്തനങ്ങൾ, 6, 32, 38, 51, 102, 130, 143. What is the book of Psalms? സങ്കീർത്തനങ്ങളുടെ പുസ്തകം എന്താണ്? The book of Psalms is a collection of the most spiritual and living dialogues between man and God. സങ്കീർത്തനങ്ങളുടെ പുസ്തകം മനുഷ്യനും ദൈവവും തമ്മിലുള്ള ഏറ്റവും ആത്മീയവും സജീവവുമായ സംഭാഷണങ്ങളുടെ സമാഹാരമാണ്. What does the book of Psalms bring before God? സങ്കീർത്തനങ്ങളുടെ പുസ്തകം എന്തിനെയാണ് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുന്നത്? It brings all the experiences that arise in the human soul before God. മനുഷ്യന്റെ ആത്മാവിൽ ഉദിക്കുന്ന എല്ലാ അനുഭവങ്ങളെയും ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുന്നു. Which spiritual state has great significance in the Psalms? സങ്കീർത്തനങ്ങളിൽ ഏത് ആത്മീയ അവസ്ഥയ്ക്കാണ് വലിയ പ്രാധാന്യമുള്ളത്? The spiritual state of repentance. അനുതാപത്തിന്റെ ആത്മീയ അവസ്ഥ. Question number 10. Is repentance only an awareness of sin or a feeling of guilt? അനുതാപം പാപബോധമോ കുറ്റബോധമോ മാത്രമാണോ? Answer: No. Repentance is more than an awareness of sin or a feeling of guilt. അല്ല, അനുതാപം പാപബോധമോ കുറ്റബോധമോ മാത്രമല്ല. What is true repentance according to the Psalms? സങ്കീർത്തനങ്ങൾ അനുസരിച്ച് യഥാർത്ഥ അനുതാപം എന്താണ്? True repentance is a process of spiritual transformation that turns a person's entire personality towards God. മനുഷ്യന്റെ മുഴുവൻ വ്യക്തിത്വവും ദൈവത്തിലേക്ക് തിരിക്കുന്ന ആത്മീയ പരിവർത്തന പ്രക്രിയയാണ് യഥാർത്ഥ അനുതാപം. What does repentance transform? അനുതാപം എന്തിനെ പരിവർത്തനം ചെയ്യുന്നു? Repentance transforms a person's entire personality towards God. അനുതാപം ഒരു മനുഷ്യന്റെ മുഴുവൻ വ്യക്തിത്വത്തെയും ദൈവത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നു. What do the penitential psalms reveal? സങ്കീർത്തനങ്ങൾ എന്താണ് വെളിപ്പെടുത്തുന്നത്? They reveal the relationship between a man's fall and God's mercy. മനുഷ്യന്റെ വീഴ്ചയും ദൈവത്തിന്റെ കരുണയും തമ്മിലുള്ള ബന്ധമാണ് അവ വെളിപ്പെടുത്തുന്നത്. How do the church fathers describe the penitential psalms?
Why are the penitential psalms called the pulse of Christian spirituality? സഭാപിതാക്കന്മാർ പശ്ചാത്താപ സങ്കീർത്തനങ്ങളെ എങ്ങനെ വിശേഷിപ്പിക്കുന്നു? They describe them as hymns of spiritual therapy and hence called as pulse of Christian spirituality. അവർ അവയെ ആത്മീയ ചികിത്സയുടെ ഗാനങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ അനുതാപ കീർത്തനങ്ങൾ ക്രിസ്തീയ ആത്മീയതയുടെ ഹൃദയസ്പന്ദനങ്ങൾ. What is the book of Psalms compared to? സങ്കീർത്തന പുസ്തകത്തെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? It is compared to a spiritual diary. ഒരു ആത്മീയ ദിനപുസ്തകത്തോട് ഉപമിച്ചിരിക്കുന്നു. What does this book of Psalms reveal? സങ്കീർത്തന പുസ്തകം എന്താണ് വെളിപ്പെടുത്തുന്നത്? It lays bare all the emotions of the human heart before God. മനുഷ്യഹൃദയത്തിലെ എല്ലാ വികാരങ്ങളും ദൈവസന്നിധിയിൽ തുറന്നു കാട്ടുന്നു. Name some human emotions expressed in the Psalms. സങ്കീർത്തനങ്ങളിൽ പ്രകടമാകുന്ന ചില മാനുഷിക വികാരങ്ങൾ ഏതൊക്കെയാണ്? Joy, sorrow, victory, defeat, faith, doubt, penitence and hope. സന്തോഷവും വേദനയും, വിജയവും പരാജയവും, വിശ്വാസവും സംശയവും, അനുതാപവും പ്രത്യാശയും. What are the Hebrew words of repentance in the Old Testament and meaning? പഴയ നിയമത്തിൽ മാനസാന്തരത്തിനായി ഉപയോഗിക്കുന്ന എബ്രായ പദങ്ങൾ ഏവ, അർത്ഥം എന്താണ്? Shuv, Najam. Shuv, to turn back or to return to God. Najam, regret, sorrow and a change of mind. Shuv, മടങ്ങി വരിക, തിരിഞ്ഞു വരിക. നാഗം, ഖേദിക്കുക, ദുഃഖിക്കുക, മനസ്സലിയുക. What is the Syriac word for repentance and meaning? സുറിയാനി ഭാഷയിൽ അനുതാപത്തിനുള്ള പദം ഏത്? അർത്ഥം എന്താണ്? തൈബൂസോ, turning back from error and rising up from sin. തൈബൂസോ, തെറ്റിൽ നിന്ന് തിരിഞ്ഞു വരിക, പാപത്തിൽ നിന്ന് എഴുന്നേൽക്കുക. What does the Greek word metanoia mean? ഗ്രീക്ക് പദമായ മെറ്റാനോയിയുടെ അർത്ഥം എന്താണ്? It means transformation of the mind and a change in the direction of life. മനസ്സിന്റെ മാറ്റം, ജീവിത ദിശയിലെ പരിവർത്തനം. What is repentance besides fleeing from sin? പാപത്തിൽ നിന്ന് ഓടിപ്പോകുന്നതിന് പുറമെ അനുതാപം എന്താണ്? Repentance is not only fleeing from sin but also returning to God. അനുതാപം പാപത്തിൽ നിന്ന് അകന്നു പോകുന്നത് മാത്രമല്ല, ദൈവത്തിലേക്കുള്ള മടങ്ങി വരവുമാണ്. How does St. John Chrysostom describe repentance? സ്വർണ്ണനാവുകാരനായ മാർ ഇവാനിയോസ് അനുതാപത്തെ എങ്ങനെ വിവരിക്കുന്നു? St. John Chrysostom says, repentance is not the punishment for a sinner, but the door to salvation. It lifts up the fallen instead of destroying them. സ്വർണ്ണനാവുകാരനായ മാർ ഇവാനിയോസ് പറയുന്നത്, അനുതാപം പാപിയുടെ ശിക്ഷയല്ല, അത് അവന്റെ രക്ഷയുടെ വാതിലാണ്. വീണു പോയവനെ നശിപ്പിക്കാതെ വീണ്ടും ഉയർത്തുന്നതാണ്. What does repentance reveal according to the Church Fathers? Or the penitential psalms are the heartfelt lament of those who recognize their sinfulness, not songs of praise by the righteous. Why? സഭാപിതാക്കന്മാരുടെ അഭിപ്രായത്തിൽ അനുതാപം എന്താണ് വെളിപ്പെടുത്തുന്നത്? ഓർ അനുതാപ സങ്കീർത്തനങ്ങൾ നീതിമാന്മാർക്കുള്ള സ്തുതികളല്ല, പാപബോധമുള്ള മനുഷ്യന്റെ ഹൃദയവിളികളാണ്. എന്തുകൊണ്ട്? രണ്ട് ക്വസ്റ്റ്യന്റെ ആൻസർ സെയിം. Repentance reveals the depth of God's mercy. അനുതാപവും ദൈവത്തിന്റെ നീതിയെ മറികടക്കുന്നില്ല, ദൈവത്തിന്റെ കരുണയുടെ ആഴമാണ് വെളിപ്പെടുത്തുന്നത്. How does St. Augustine describe the penitential psalms? വിശുദ്ധ അഗസ്റ്റിൻ പശ്ചാത്താപ സങ്കീർത്തനങ്ങളെ എങ്ങനെ വിവരിക്കുന്നു? St. Augustine says they are not only the voice of David but also the voice of the church and the cry of all who recognize their sins. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത്, അവ ദാവീദിന്റെ ശബ്ദം മാത്രമല്ല, സഭയുടെ ശബ്ദവും സ്വന്തം പാപം തിരിച്ചറിഞ്ഞ് എല്ലാ ആത്മാക്കളുടെ നിലവിളിയുമാണ്. Question number 25. How should we read the penitential psalms? അനുതാപ സങ്കീർത്തനങ്ങളെ എങ്ങനെ വായിക്കണം? Answer. We should read them as a living experience of the church, not merely in the historical context.
അവയെ ചരിത്രപരമായ പശ്ചാത്തലത്തിൽ മാത്രമല്ല സഭയുടെ ജീവിക്കുന്ന ആത്മീയ അനുഭവമായി വായിക്കണം. What are the theological structures of the penitential psalms? Answer: confession of sin, physical and spiritual suffering, refuge in the mercy of God, hope of becoming a new creation. അനുതാപ സങ്കീർത്തനങ്ങളുടെ ദൈവശാസ്ത്രപരമായ ഘടനകൾ ഏതെല്ലാമാണ്? പാപങ്ങളുടെ ആത്മാർത്ഥമായ ഏറ്റുപറച്ചിൽ, ശാരീരവും ആത്മീയവുമായ ദുഃഖം, ദൈവത്തിന്റെ കരുണയിൽ അഭയം, പുതിയ സൃഷ്ടിയായി മാറുമെന്ന പ്രത്യാശ. What is the first stage of penitential psalms? അനുതാപ സങ്കീർത്തനങ്ങളുടെ ആദ്യഘട്ടം എന്താണ്? The first stage of the penitential psalms is a sincere confession of sin. അനുതാപ സങ്കീർത്തനങ്ങളുടെ ആദ്യഘട്ടം പാപങ്ങളുടെ ആത്മാർത്ഥമായ ഏറ്റുപറച്ചിലാണ്. What does Saint Basil the Great say about confession? വിശുദ്ധ വലിയ മാർ ബെസേലിയോസ് പാപസമ്മതത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? Saint Basil the Great says that God seeks the one who confesses his sin, not the one who ignores it. ദൈവം തന്റെ പാപം അറിയാതെ കഴിയുന്നവനെയല്ല, പാപം ഏറ്റു പറയുന്നവനെയാണ് അന്വേഷിക്കുന്നതെന്ന് വിശുദ്ധ വലിയ മാർ ബെസേലിയോസ് പറയുന്നു. What is an obstacle to salvation according to Saint Basil the Great? വിശുദ്ധ വലിയ മാർ ബെസേലിയോസ് അഭിപ്രായത്തിൽ രക്ഷയ്ക്ക് തടസ്സം എന്താണ്? Self justification before God is an obstacle to salvation. ദൈവത്തിന്റെ മുമ്പിൽ സ്വയം നീതീകരിക്കുന്നത് രക്ഷയ്ക്ക് ഒരു തടസ്സമാണ്. How are the consequences of sin experienced according to Psalms 38? സങ്കീർത്തനം 38 പ്രകാരം പാപത്തിന്റെ ഫലങ്ങൾ എങ്ങനെ അനുഭവപ്പെടുന്നു? The consequences of sin are experienced in both body and soul. പാപത്തിന്റെ ഫലങ്ങൾ ശരീരത്തിലും ആത്മാവിലും അനുഭവപ്പെടുന്നു. Question number 31. What does Saint Gregory of Nazianzus says about sin? പാപത്തെക്കുറിച്ച് നാസിയാനിലെ മാർ ഗ്രിഗോറിയോസ് എന്താണ് പറയുന്നത്? Answer: He says that when sin makes the soul sick, the body begins to speak its language. പാപം ആത്മാവിനെ രോഗിയാക്കുമ്പോൾ ശരീരം അതിന്റെ ഭാഷ സംസാരിക്കാൻ തുടങ്ങുമെന്ന് അദ്ദേഹം പറയുന്നു. Do the penitential psalms end in despair? അനുതാപ സങ്കീർത്തനങ്ങൾ നിരാശയിൽ അവസാനിക്കുന്നുണ്ടോ? No. They express deep faith in the mercy of God. ഇല്ല, അവ ദൈവത്തിന്റെ കരുണയിലുള്ള ആഴമായ വിശ്വാസം പ്രകടിപ്പിക്കുന്നു. What does Saint Ephraim the Syrian say about God's mercy? ദൈവത്തിന്റെ കരുണയെക്കുറിച്ച് സിറിയയിലെ മാർ അഫ്രൈം എന്താണ് പറയുന്നത്? Saint Ephraim says that mercy is the throne of God and the penitent may approach it with boldness. കരുണയാണ് ദൈവത്തിന്റെ സിംഹാസനം, അനുതാപിയാണ് അവിടെ ധൈര്യത്തോടെ സമീപിക്കാവുന്ന ആൾ. What is the goal of repentance? അനുതാപത്തിന്റെ ലക്ഷ്യം എന്താണ്? The goal of repentance is not only freedom from sin but becoming a new creation. അനുതാപത്തിന്റെ ലക്ഷ്യം പാപത്തിൽ നിന്നുള്ള മോചനം മാത്രമല്ല, പുതിയ മനുഷ്യനായി സൃഷ്ടിക്കപ്പെടുക എന്നാണ്. What does Saint Athanasius of Alexandria say about salvation? രക്ഷയെക്കുറിച്ച് അലക്സാന്ദ്രിയയിലെ വിശുദ്ധ അത്താനേസിയോസ് എന്താണ് പറയുന്നത്? Saint Athanasius says that God saves people by forgiving them and making them new. ദൈവം മനുഷ്യനെ ക്ഷമിക്കുകയും അവനെ പുതിയവനാക്കുകയും ചെയ്തതാണ് രക്ഷിക്കുന്നതെന്ന് വിശുദ്ധ അത്താനേസിയോസ് പറയുന്നു. Question number 36. Where are the penitential psalms widely used? അനുതാപ സങ്കീർത്തനങ്ങൾ പ്രധാനമായും എവിടെയാണ് ഉപയോഗിക്കുന്നത്? They are widely used during fasting seasons, the sacrament of confession and in night prayers. അനുതാപ സങ്കീർത്തനങ്ങൾ പ്രധാനമായും ഉപവാസകാലങ്ങൾ, കുമ്പസാര കൂദാശയിൽ, രാത്രി പ്രാർത്ഥനകളിൽ ഉപയോഗിക്കുന്നു. Question number 39. What did Saint Jacob of Serug say about the church repentance? സഭയുടെ അനുതാപത്തെക്കുറിച്ച് സരൂഗിലെ വിശുദ്ധ യാക്കോബ് എന്താണ് പറഞ്ഞത്? സഭ അനുതപിക്കുമ്പോൾ ദാവീദിന്റെ കണ്ണുനീർ അവളുടെ ഭാഷയാകുന്നു. Saint Jacob of Serug said, when the church repents, the tears of David become her language. Question number 40. How does the Malankara Orthodox Church understand repentance? മലങ്കര ഓർത്തഡോക്സ് സഭ അനുതാപത്തെ എങ്ങനെ മനസ്സിലാക്കുന്നു?
The Malankara Orthodox Church understands repentance not only as a personal spiritual experience but also as the corporate purification of the church. മലങ്കര ഓർത്തഡോക്സ് സഭ അനുതാപത്തെ വ്യക്തിപരമായ ആത്മീയ അനുഭവം മാത്രമല്ല സഭാ സമൂഹത്തിന്റെ പൊതു പരിശുദ്ധീകരണമായും മനസ്സിലാക്കുന്നു. What is the primary theme of repentance in the Old Testament? പഴയ നിയമത്തിൽ അനുതാപത്തിന്റെ പ്രധാന ആശയം എന്താണ്? The primary theme is a return to God. ദൈവത്തിലേക്കുള്ള മടങ്ങി വരവാണ് അനുതാപത്തിന്റെ പ്രധാന ആശയം. What did John the Baptist preach? യോഹന്നാൻ സ്നാപകൻ എന്താണ് പ്രസംഗിച്ചത്? Repent, for the kingdom of heaven is at hand. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് അനുതപിപ്പിൻ. What was the message of Jesus Christ at the beginning of his public ministry? യേശുക്രിസ്തുവിന് തന്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിൽ നൽകിയ സന്ദേശം എന്തായിരുന്നു? Repent and believe in the gospel. അനുതപിപ്പിൻ, സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. What did Saint Peter preach on the day of Pentecost? പെന്തക്കോസ്ത് നാളിൽ വിശുദ്ധ പത്രോസ് എന്താണ് പ്രസംഗിച്ചത്? Repent and be baptized for the forgiveness of sins. അനുതപിച്ച് പാപമോചനത്തിനായി സ്നാനമേൽപ്പിൻ. According to Saint Paul, what is repentance? വിശുദ്ധ പൗലോസ് അനുസരിച്ച് അനുതാപം എന്താണ്? Repentance is continual self-examination, spiritual growth and transformation toward holiness. അനുതാപം നിരന്തരമായ ആത്മപരിശോധനയും ആത്മീയ വളർച്ചയും വിശുദ്ധിയിലേക്കുള്ള പരിവർത്തന യാത്രയുമാണ്. Question number 46. What are the marks of true repentance? യഥാർത്ഥ അനുതാപത്തിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? The marks of true repentance are heartfelt sorrow for sin, faith and obedience. യഥാർത്ഥ അനുതാപത്തിന്റെ ലക്ഷണങ്ങൾ പാപത്തെക്കുറിച്ചുള്ള ഹൃദയംഗമായ ദുഃഖം, വിശ്വാസം, അനുസരണം എന്നിവയാണ്. Question number 47. What do the penitential psalms call humanity to in today's world? ഇന്നത്തെ ലോകത്തിൽ അനുതാപ സങ്കീർത്തനങ്ങൾ മനുഷ്യരെ എന്തിലേക്കാണ് വിളിക്കുന്നത്? Answer. They call humanity back to self-examination and humility. അവ മനുഷ്യരെ ആത്മപരിശോധനയിലേക്കും വിനയത്തിലേക്കും വിളിക്കുന്നു. How do the church fathers view the penitential psalms? The church fathers see them as spiritual medicine and the living prayer of the church. സഭാപിതാക്കന്മാർ അനുതാപ സങ്കീർത്തനങ്ങൾ എങ്ങനെ കാണുന്നു? സഭാപിതാക്കന്മാർ അവയെ ആത്മീയ ഔഷധമായും സഭയുടെ ജീവിക്കുന്ന പ്രാർത്ഥനയായും കാണുന്നു. Question number 49. Explain the contemporary relevance of the penitential psalms. അനുതാപ സങ്കീർത്തനങ്ങളുടെ സമകാലിക പ്രശസ്തി വിശദീകരിക്കുക. Question number 50. Explain the spiritual interpretation of repentance in the Old and New Testaments. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അനുതാപത്തിന്റെ ആത്മീയ വ്യാഖ്യാനം വിശദീകരിക്കുക. Question number 51. Describe the biblical understanding of repentance with reference to the teachings of the prophets, John the Baptist, Jesus Christ, Saint Peter and Saint Paul. പ്രവാചകന്മാർ, യോഹന്നാൻ സ്നാപകൻ, യേശുക്രിസ്തു, വിശുദ്ധ പത്രോസ്, വിശുദ്ധ പൗലോസ് എന്നിവരുടെ ഉപദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ അനുതാപത്തിന്റെ ബൈബിൾ ദർശനം വിശദീകരിക്കുക. Question number 52. Why is repentance considered a lifelong spiritual journey according to Holy Scripture? Explain. വിശുദ്ധ ഗ്രന്ഥപ്രകാരം അനുതാപം ഒരു ജീവിതകാലം മുഴുവൻ നീളുന്ന ആത്മീയ യാത്രയായി കണക്കാക്കുന്നത് എന്തുകൊണ്ട് വിശദീകരിക്കുക. Thank you.